നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു, അതെ എനിക്ക് വന്ന ഇപ്പോഴത്തെ മാറ്റം ഉണ്ടല്ലോ, അത് നീ കാരണമാണ്, നീ എൻ്റെ മകളായതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നിന്റെ അച്ഛനാ. പിന്നെ വൈജിയുണ്ടല്ലോ, അവള് നിന്റെ അമ്മയൊന്നുമല്ല, പട്ടി പ്രസവിച്ച പോലെ അവള്. അത് കേട്ടപ്പം അലീനയൊന്ന് നോക്കി ബാലേന്ദ്രനെ. അല്ല, നിന്റെ ബ്രിജിത്ത മമ്മി എന്തുകൊണ്ടാണ് നിന്നെ സ്നേഹിച്ചേ? നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഒരു പടി മേലെയാണ് ഞാനിപ്പം നിന്നെ സ്നേഹിക്കുന്നത്. നിനക്കറിയാലോ അത്. അപ്പോഴേക്കും അലീന ബാലേന്ദ്രനെ ഒന്ന് നോക്കി. പിന്നീട് ചോദിച്ചു, അല്ലെ എന്തുകൊണ്ടാ നിന്റെ ബ്രിജിത്താമ്മ നിന്നെ സ്നേഹിച്ചേ? നീ ഒരു ഓർഫനാന്ന് അറിഞ്ഞോണ്ടല്ലേ? പക്ഷെ ഞാനോ? അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അലീന പറഞ്ഞു, എനിക്കറിയാം അച്ഛനെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തിനും എന്നെ ചവിട്ടി പുറത്താക്കേണ്ട ആളാ. എന്നിട്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു, അങ്ങനെ പറയരുതെന്നും പറഞ്ഞിട്ട് വാ പുത്തുവാണ്, മിണ്ടരുത്, ഇനി അങ്ങനത്തെ കാര്യങ്ങളെ സംസാരിക്കുക പോലും ചെയ്യരുത്. കാരണം ബാലേന്ദ്രനത് വിഷമാണ്. നീ എൻ്റെ മകളാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ മകള് അന്നും പറഞ്ഞുകൊണ്ട് അലീനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരച്ഛൻ്റെ സ്നേഹം അലീന അനുഭവിച്ചറിയുമായിരുന്നു. അപ്പം പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും അലീന മുറിയിലേക്ക് വന്നു. നോയിക്കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിയുടെ ബെഡ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടപ്പം അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അലീന മുത്തശ്ശി കിടന്നിരുന്ന ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റും പില്ല കവറൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. ആഹാ, ചേച്ചി ഷീറ്റൊക്കെ മാറ്റി വിരിച്ചോ? ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇവിടെ കിടക്കാമല്ലോ എന്ന് പറയണം. ഓ, ചെറിയ കട്ടിലായിപ്പോയി, ഇത്തിരി കൂടെ വീതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൂടെ കിടക്കായിരുന്നു. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്നല്ലേ പറയണേ, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന എന്ത് ചെയ്തു, തൻ്റെ പായും തലവണയൊക്കെ എടുത്ത് വിരിക്കുകയാണ്. അല്ല ചേച്ചി എന്തിനാ ഇത് താഴെ വിരിക്കുന്നേ? ഇതേ ഇവിടെ കട്ടിലുണ്ടല്ലോ, പിന്നെ എന്തിനാ അവിടെ കിടക്കണേ? അതെ അത് വേണ്ട, അത് മുത്തശ്ശിയുടെ അല്ലേ, മുത്തശ്ശി വരുമ്പം കിടക്കണ്ടല്ലേ. മുത്തശ്ശി അതിന് ഇപ്പോൾ വരാനൊന്നും പോകുന്നില്ലോ, മുത്തശ്ശി കുറച്ചാൾ കഴിയില്ലേ? അങ്ങനെയല്ല, മുത്തശ്ശി വരും. കാരണം മുത്തശ്ശി കിടക്കുന്ന അവിടെ ഒഴിഞ്ഞു കിടക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് തോന്നുള്ളൂ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടെ കയറി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് തോന്നത്തില്ല. അപ്പോഴും അവിടെ ഏതാ ഒഴിഞ്ഞു കിടക്കുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും മുത്തശ്ശി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാവും. അങ്ങനെയൊക്കെ അലീന പറഞ്ഞപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ദേ ചേച്ചി ഇപ്പം പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറയണം. ആണോ? എന്നാക്കുള്ള നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. ശരി, ഗുഡ് നൈറ്റ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോയി. അലീന പായൊക്കെ പിരിച്ച് അതിലിരുന്ന് 5 മിനിറ്റ് നേരം പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും കഥവ് തുറന്ന് വീണ്ടും കൃഷ്ണമോൾ വന്നു. കൃഷ്ണമോളുടെ കയ്യിൽ ബെഡ്ഷീറ്റും ഒരു പില്ലോയൊക്കെ ഉണ്ടായിരുന്നു. നീ എന്താ മോളെ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ ചേച്ചിയുടെ കിടക്കണേ. ഇവിടെയോ? ഈ നിലത്താ? അല്ല പിന്നല്ലാതെ, ചേച്ചി കിടക്കുന്ന എവിടെയാണോ അവിടെ കിടക്കാനേ എനിക്കിഷ്ടം. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അത് വേണോ മോളെ? വെറുതെ നിലത്ത് കിടക്കേണ്ട കാര്യമുണ്ടോ? വേണം, എനിക്ക് ചേച്ചിയോടെ കിടക്കണം, എൻ്റെ ചേച്ചിയല്ലേ. ശരിക്കും ചേച്ചി എൻ്റെ ചേച്ചിയായിട്ട് വന്നിരുന്നെങ്കിലോ എന്നിങ്ങനെ കൃഷ്ണമോള് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ ചേച്ചിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്താ മോളെ, മോൾ എന്തിനാ കരയണേ? അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ. എനിക്ക് ചേച്ചിയെ വേണമെന്ന് പറയണം, കാരണം എൻ്റെ ചേച്ചിയായിട്ട്. അതിനെന്താ, ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളുടെ മുടിയിലൊക്കെ തലോടുവാണ്. കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അലീന ചേച്ചിയാണെന്നറിയാം, പക്ഷേങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല. ഇപ്പോഴും അനുഭവിക്കുന്ന വേദന, അലീന അനുഭവിക്കുന്ന വേദനയൊക്കെ കൃഷ്ണമോൾക്ക് നന്നായിട്ടറിയാം. അതൊക്കെയാണ് കൃഷ്ണമോളുടെ ഇപ്പോഴത്തെ പ്രശ്നം. പിന്നീട് പിറ്റേ ദിവസം രാവിലെ രേവതിക്കുട്ടിയെ കോളേജിലേക്ക് കൊണ്ടുവിടാനായിട്ട് മാമച്ചനും ഗ്രഹസമയം പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് ജോസൂട്ടി നേരത്തെ തന്നെ കാറിൽ കയറി ഇരിക്കുകയാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി വന്നിട്ട് പറഞ്ഞു, ആഹാ ഇന്ന് ഡ്രൈവറായിട്ട് നേരത്തെ കയറി ഇരുന്നില്ലേ? മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതേ അങ്കളെ ഇങ്ങ് നോക്കിയേ, ഇതാരാ കയറി ഇരിക്കുന്നെന്ന് കണ്ടോ? അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, എടാ ഞാനേ ഇവളെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ പോവാ. അല്ല നീ എങ്ങോട്ടാ? അല്ല എനിക്ക് ഇവളുടെ കോളേജൊക്കെ കണ്ടിരിക്കണമല്ലോ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, പിന്നെ അവിടെയുള്ള പെൺകുട്ടികളൊക്കെ വായി നോക്കാനായിട്ട് വരുന്ന. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോസൂട്ടി പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ചാടി ഇറങ്ങി. ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയണ. അപ്പോഴേക്കും മാമച്ചൻ ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. രേവതിക്കുട്ടി പറഞ്ഞു, പിന്നെ എനിക്കറിയാലോ ജോസൂട്ടിച്ചാൻ്റെ സ്വഭാവം, ഇതേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ മാമച്ചൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നു. എടാ ഞാൻ ഇവളുടെ പപ്പയായിട്ടാ പോന്നേ, ഞാനേ ഇവളെ കോളേജിൽ കൊണ്ട് വിട്ടുവരാം. അല്ല നിനക്ക് പറ്റുമോ ഇവളുടെ പപ്പയായിട്ട് പോവാനായിട്ട്? ജോസൂട്ടി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ഗ്രഹസമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതൊക്കെ പിന്നെ ആരെടുക്കൂന്ന് ഓർത്താ നീ പോണേ? എന്ത് ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കൂന്ന് ഓർത്തോ? ടിഫിൻ ബോക്സ് എടുക്കാൻ മറന്നുപോയായിരുന്നു, ഈ കൊച്ചിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിക്കുട്ടിയുടെ ബാഗിനകത്തേക്ക് അത് കൊണ്ടുപോയി വെച്ചു. ആ സമയം ജോസൂട്ടി ഇങ്ങനെ നോക്കുവാണ്. അല്ല നീ എന്താടാ ജോസൂട്ടി ഇങ്ങനെ നിൽക്കുന്നത്? ഗ്രഹസമ്മ ചോദിച്ചു. അതെ
ജോസൂട്ടിച്ചാന് നമ്മുടെ കൂടെ വരാത്തതിൻ്റെ ഒരു സങ്കടവും കലിപ്പൊക്കെയാ. അല്ല നീ വന്നാൽ എങ്ങനെയാണ് ശരിയാന്നേ? വീട് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? രേവതിക്കുട്ടി പറഞ്ഞു. അതെ, പട്ടിക്കൊക്കെ തീറ്റ കൊടുക്കണ്ടേ, പിന്നെ എങ്ങനെയാ ശരിയാവണേ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഗ്രേസമ്മയോട് രേവതിക്കുട്ടി പറഞ്ഞ് കയറാൻ പറയണം. അങ്ങനെ ഗ്രേസമ്മ കയറി. ഈ സമയം രേവതിക്കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി ജോസൂട്ടി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അതെ, വൈകുന്നേരം കോളേജ് വിട്ടിരുമ്പോൾ എന്താ വാങ്ങിച്ചോണ്ട് വരണ്ടേന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രേവതിക്കുട്ടി ചിരിച്ചിട്ട് കാറിലേക്ക് കയറി അങ്ങോട്ടേക്ക് പോയി. ജോസൂട്ടി ഇങ്ങനെ രൂക്ഷമായിട്ട് സങ്കടഭാഗത്ത് നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മനുവിനെ ബാലേന്ദ്രൻ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് മനു ചോദിച്ചു, അല്ല അങ്കിളിത് എവിടെയാ, പുറത്താണെന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാനീ മുറ്റത്തൂടെയൊക്കെ നടക്കും, ഡോക്ടർ പറഞ്ഞാലും നടക്കണമെന്ന്. പുറത്തിറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയില്ലേ? അതെ, കുറച്ചൊക്കെ നടക്കണം. അല്ല നീ ഇപ്പം എവിടെയാ? ഞാൻ എറണാകുളത്താ. നന്നായി, അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. മൊത്തം ഒരു ത്രില്ലിങ് ആണല്ലോ അങ്കിളെ. എന്താ സംഭവം എന്താന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നടാ. അല്ല അലീനയെ ദത്തെടുത്തെന്നൊക്കെ അറിഞ്ഞല്ലോ. അതെ അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാലും അങ്കിളെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്കിളിന് എന്ത് പറ്റിയത്? കാരണം ഒരു ദിവസം കോടതി ശിപായി ജഡ്ജി ആയതുപോലെ ഉണ്ടല്ലോ അത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതുക്കും മേലെ ഇത്. അല്ല എന്താ അങ്കിളെ പെട്ടെന്ന് അങ്കിളിന് ഇങ്ങനെ ഒരു തീരുമാനം? എടാ അങ്ങനെ എനിക്ക് വേണം തോന്നി ഞാൻ ചെയ്തു. പക്ഷെ നീ ഒന്നും ഉദ്ദേശിക്കുന്ന പോലെയല്ല, അതിനൊക്കെ ഒരു കാരണം ഉണ്ടെന്ന് പറയണം. ആ സമയം മനുശങ്കർ പറഞ്ഞു, കൊള്ളാം, എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ ശരിക്കും അങ്കിള്. എടാ ഇനിയിപ്പം നിനക്ക് വേണമെങ്കിൽ അവളെ കല്യാണം കഴിക്കാം. നിന്റെ മുറപ്പെണ്ണ അവള്. ഒന്ന് പോ അങ്കിളെ അവിടുന്ന് എന്ന് മനു പറഞ്ഞു. വേണ്ട, നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉരുണ്ട് കളിക്കണ്ട. നിനക്ക് അവളെ ഇഷ്ടമാന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ അവൾ അനാഥയാണല്ലോ, ആരുമില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ആ സമയം മനുശങ്കർ പറഞ്ഞു, അങ്ങനൊന്നുമില്ല. എടാ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ. എൻ്റെ മക്കൾക്കുള്ള പോലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവൾക്കും ഉണ്ടായിരിക്കും. അവൾക്ക് എൻ്റെ സ്വത്തിലും അധികാരം എല്ലാം ഉണ്ടായിരിക്കും. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട എൻ്റെ അങ്കിളെ. ഞാൻ സ്വത്തും പണമൊക്കെ മോഹിച്ചിട്ടാണോ ഇഷ്ടപ്പെടുന്നേ? എടാ അവള് പഴയതുപോലെ അനാഥയൊന്നും അല്ല, ഓർഫനും അല്ല, സെർവൻറ്റോ അങ്ങനെ ഒന്നുമല്ല. ഈ കുടുംബത്തിലെ എൻ്റെ മകളാ അവള്. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ അങ്കിളെ, ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. എനിക്കൊരു ജോലി ഉണ്ടല്ലോ, എനിക്കൊരു പെങ്കൊച്ചിനെ പോറ്റാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്. എടാ ഇനി നിനക്ക് ജോലിയില്ലേ പോലും അവൾ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അതിനുള്ള പ്രാപ്തിയൊക്കെ അവൾക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം അവർ സംസാരിച്ചു. അല്ലെങ്കിൽ തന്നെ ബാലേന്ദ്രൻ അറിയായിരുന്നു മനുശങ്കറിന് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അലീനെ അവൻ്റെ ആ ഓരോ ചേഷ്ടകളിൽ നിന്നും അത് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രൻ. ഇതേ സമയം അലീന അടുക്കളയിലിരുന്ന് ആഹാരം കഴിക്കണം. അപ്പോഴേക്കും കൃഷ്ണ വന്നിട്ട് ചോദിച്ചു, അല്ല ചേച്ചി എന്തിനാ അടുക്കളയിലിരുന്ന് കഴിക്കുന്നത്? അവിടെ ഡൈനിങ് ടേബിളെ വന്നിരുന്ന് കഴിക്കാലോ. വേണ്ട മോളെ. അതെന്താ? അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. അവിടെ ഇരുന്ന് കഴിച്ചാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആ സമയം കൃഷ്ണമോള് അലീന ഉണ്ടാക്കി ആഹാരം എടുക്കുകയാണ്. എനിക്ക് അലീന ചേച്ചി ഉണ്ടാക്കിയത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ മുട്ടക്കറിയൊക്കെ എടുക്കണം. അപ്പത്തേനും അലീന പറഞ്ഞു, അതെ ഈ മുട്ട ഞാൻ പൊളിച്ചുതരാമെന്ന് പറഞ്ഞു. ഞാൻ പൊളിച്ചോളാം, വേണ്ട, അതിൻ്റെ തോടൊക്കെ നല്ല കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് കളയണം, അല്ലെങ്കിൽ എൻ്റെ ബാക്കി ദശയും കൂടെ പോകുന്നൊക്കെ പറഞ്ഞു. കൃഷ്ണമോൾക്കൊന്നും അറിയില്ലോ. അങ്ങനെ അതൊക്കെ പൊളിച്ച് പ്ലേറ്റ് വെച്ച് കൊടുത്തു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് കൃഷ്ണമോള് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഭാബിത പറഞ്ഞു, കണ്ടില്ലേ അവൾ അലീന ഉണ്ടാക്കി ഫുഡ് എടുത്തുകൊണ്ട് വരുന്നത് കണ്ടോ അമ്മേ, അവളെ അത് കഴിക്കാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താണോ അലീന ചേച്ചി ഉണ്ടാക്കി ഫുഡ് മതി, നല്ല ടേസ്റ്റുള്ള ആഹാരം, ആർക്ക് വേണേ പോയി എടുത്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഒട്ടും ഇഷ്ടപ്പെട്ടല്ലോ രോഹിത്തിന്. രോഹിത്ത് പറഞ്ഞു, നിന്നോട് ആരുടെ അത് എടുക്കാൻ പറഞ്ഞേ? നിന്നോട് പറഞ്ഞല്ലേ ഇന്നലെ ഞാൻ എന്താ പറഞ്ഞേ? അവളുണ്ടാക്കിയ ആഹാരം ഒന്നും എടുത്ത് കഴിക്കില്ലെന്നല്ലേ? പിന്നെ നീ എന്ത് കാണിക്കാനടി ഇപ്പോൾ പോയി എടുത്തേ? അതെ എനിക്കിഷ്ടമുള്ള ആഹാരം ഞാൻ കഴിക്കും. രോഹിയേട്ടന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, കഴിക്കണ്ട, അമ്മ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി. ബബിത പറഞ്ഞു, അല്ല അമ്മ പിന്നെ എന്തിനാടി കഷ്ടപ്പെട്ട് ഈ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച? അമ്മ ഉണ്ടാക്കി ഉണക്ക ദോശ നിങ്ങൾ കഴിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇടി നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? അപ്പോഴേക്കുമാണ് മനുശങ്കറിനെ ഫോൺ വിളിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്ന അകത്തേക്ക്. പക്ഷേ എങ്കിൽ ഇത് രോഹിത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. രോഹിത്ത് പറഞ്ഞു, മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് ഈ ആഹാരം കഴിക്കണമെന്ന് പറയാം. ദേ രോഹിത്തേട്ടാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല. എനിക്ക് അലീന ചേച്ചി ഉണ്ടാക്കിയ ആഹാരം കഴിക്കാനേ ഇഷ്ടം. നിങ്ങൾ വേണമെങ്കിൽ അത് കഴിച്ചോ, എനിക്കിത് മതിയെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ കഴിപ്പിക്കും. ദേ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. അവളുടെ ഒരു അച്ഛനെന്ന് പറഞ്ഞുകൊണ്ട് ആ ആഹാരം തട്ടി എറിയുവാണ്. ആ പ്ലേറ്റോട് കൂടിയിട്ട് അതവിടെ താഴെ പോയി ചിന്നിച്ചെതറി. അത് നേരെ ബാലേന്ദ്രൻ്റെ കാലിച്ചൂട്ടിലേക്ക് വന്ന് വീണേ. ബാലേന്ദ്രനും അങ്ങോട്ടേക്ക് വരുവാണ്. ഒരു നിമിഷം വൈജയന്തി എല്ലാവരും ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാലേന്ദ്രനെ കണ്ടതും ബബിതയും രോഹിത്തും അറിയാതെ എഴുന്നേറ്റ് പോയി. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ബാലേന്ദ്രൻ വന്നിട്ട് കാരണക്കുറ്റി നോക്കി ഒറ്റ എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചോദിച്ചു, എടാ ഇത് ആരുണ്ടാക്കിയ ഫുഡാന്ന് ചോദിക്കുകയാണ്. എൻ്റെ മകള്
ഉണ്ടാക്കിയ ഫുഡാ അത്. ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാധനത്തിന് എൻ്റെ മകൾ ഉണ്ടാക്കിയ ഫുഡാ. നീ ഇത് തട്ടി എറിയണമെങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിക്കുന്നതായിരിക്കണം. നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിച്ച സാധനം വെച്ച് നീ ആഹാരം ഉണ്ടാക്കി നീ ഉണ്ടാക്കി വെച്ച് വീട്ടിൽ വെച്ച് നീ കഴിക്കുമ്പോൾ നിനക്ക് വേണേൽ തട്ടിയെറിയാം. പക്ഷെ ഇവിടെ അത് പാടില്ല, മനസ്സിലായല്ലോടെന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് പിടിച്ചു. മേലായത് ആവർത്തിച്ചാലുണ്ടല്ലോ ഇതുപോലൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ബബിതയോട് പറഞ്ഞു, നിന്നോടും കൂടെ ഇത് പറയണത്. ഇതേ ഇവിടെ നടക്കത്തില്ല. എൻ്റെ മകളുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നവരൊക്കെ ഇവിടെ മതി. പിന്നീട് വൈജയന്തി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വൈജയന്തിയോടും എല്ലാവരുമായിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവിടെ 2 അടുക്കളയില്ല, ഒരടുക്കള മാത്രമേ ഉള്ളൂ. അവിടെ പാചകം ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നവരൊക്കെ അവിടെ നിന്നാൽ മതി. ഇല്ലാത്തവർക്ക് പുറത്തു പോയി കഴിക്കാം, വേണമെങ്കിൽ വരുത്തിച്ച് കഴിക്കാം. അല്ലാത്തവരിവിടെ പാചകം ചെയ്യണ്ട. പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ മകൾ ഉണ്ടാക്കുന്ന കഴിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീട്ടിൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജയന്തി ചോദിച്ചു, നിങ്ങൾക്കതാ സ്വബോധം നഷ്ടപ്പെട്ടോ? സ്വബോധം എനിക്കല്ല നഷ്ടപ്പെട്ടെ. ബുദ്ധി ഉണ്ടാവാനായിട്ടുള്ളൊരു അവസരമാണിത്. വേണ്ട പോലെ വിനിയോഗിച്ച് അവനോന് കൊള്ളാം. പിന്നീട് രൂക്ഷമായിട്ടൊന്ന് നോക്കി ബബിതയെയും രോഹിത്തിനെയും. ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. രോഹിത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അടി കൊണ്ട കവിളത്ത് അടവി രോഹിത്തും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോണം. അപ്പോഴേക്കും വൈജയന്തിക്ക് കട്ടക്കലിപ്പായി. വൈജയന്തി നേരെ അലീനയുടെ നേരെ തിരിഞ്ഞു. ഇടി സ്വർഗം പോലെ കൊണ്ടുനടന്ന വീടായത്. ഇപ്പൊ ഇത് നരകമാക്കിയ പിശാശാ നീ അർമാദികടി, നീ സന്തോഷിക്കുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. കൃഷ്ണമോളും അതേ വിഷമത്തിൽ നിൽക്കുകയാണ്. കൃഷ്ണമോളുടെ വിഷമം കണ്ടപ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് അലീന കരയുക. 2 പേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരയുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.